Hi guys, once again welcome back to another variety video of Trip with Shinil. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ പറമ്പിലാണ്. വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ചില വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഞാൻ വരുന്ന വളരെ കാമാൻ കോയറ്റായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ പറമ്പ്. ഇത് ശരിക്കും കുറേ നട്ട്മക് മരങ്ങളും അതുപോലെ തന്നെ വാഴ കൃഷിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പ്രധാനമായിട്ടും ചെയ്യുന്നൊരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പുതിയൊരു സീരീസ് അനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത് ട്രാവൽ വീഡിയോസ് ചെയ്യാറുണ്ട്, അതുപോലെ പുതിയ പുതിയ സംരംഭങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്, കടകളെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി വീഡിയോസാണ് ഞാൻ പലപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കശുവണ്ടിയെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ദിവസം കൊണ്ടൊക്കെ അത് ഏതാണ്ട് 23,000-27,000 ആൾക്കാർ കണ്ടു. അതിനകത്ത് ഒരുപാട് എൻക്വയറി ജനറേറ്റ് ചെയ്തു. ആ കശുവണ്ടിയുടെ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ഒരുപാട് എൻക്വയറി ജനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, എന്തുകൊണ്ട് സംരംഭങ്ങളെക്കുറിച്ചിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തുകൂടാ. വിജയിക്കുന്ന സംരംഭങ്ങൾ, വിജയിക്കാത്ത സംരംഭങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾ. അപ്പോൾ ആ സംരംഭങ്ങളുടെ പ്രോസസ്സ്, സംരംഭങ്ങൾ എവിടെയാണ് ചെയ്യണത്, അവർക്ക് ആരാണ് ഫണ്ട് ചെയ്തേക്കണത്, എത്ര വർഷമായി, അത് എന്താണ് അതിൻ്റെ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിൻ്റെ പ്രോസസ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ അതിൻ്റെ അത് നമ്പർ കൊടുക്കുകയാണെങ്കിൽ, ആ സംരംഭം ചെയ്യുന്ന ആളുടെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ അതും കൂടി അവർക്കൊരു മാർക്കറ്റിങ്ങിൽ ഹെൽപ്പ് ആകുമല്ലോ എന്നോർത്തിട്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു, എന്തുകൊണ്ട് സംരംഭങ്ങളെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തുകൂടാ. അപ്പോൾ ഞാനൊരു സീരീസ് ഓഫ് വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് സംരംഭങ്ങളെക്കുറിച്ചിട്ട്. വളരെ വിപുലമായിട്ടുള്ള സംരംഭങ്ങളും ചെറുകിട സംരംഭങ്ങളും ഇപ്പം തുടങ്ങിയേക്കുന്ന സ്റ്റാർട്ടപ്പുകളും അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ സീരീസ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ഈ സംരംഭങ്ങളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതോടൊപ്പം എനിക്ക് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് സംരംഭം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നല്ലൊരു സംരംഭമാണ്, നല്ലൊരു പ്രോസസ്സാണെങ്കിൽ ഞാൻ അവിടെ വന്ന് അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ പ്രോസസ്സ് എല്ലാവരും ഡോക്യുമെൻ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇത് കോപ്പി അടിക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ സീക്രസി പുറത്തു പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് സീക്രസി ഉള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ട് ജനങ്ങളെ കാണിക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ആയാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ സംരംഭങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനൊരു വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ നമ്പർ ഈ താഴെ കാണുന്നതാണ്. നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമുക്ക് സംസാരിച്ചിട്ട് എവിടെയാണോ അവിടെ വന്നിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാം. മാത്രമല്ല, ഈ ഒരു സീരീസിലേക്ക് ഞാൻ പല കൺസൾട്ടൻസിനെയും കൊണ്ടുവരാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് AIF, ഒരു അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ടുണ്ട്. ഒരു 2 കോടി വരെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാണ്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ചെയ്യുന്നവരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ഒരു സ്കീമാണ്, ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ഒരു ഫണ്ടാണ്. കാർഷിക മേഖലയെ മെച്ചപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ കാർഷിക മേഖലയെ പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഒരുപാട് ആശയങ്ങളുള്ളവരുണ്ട്, ഒരുപാട് സംരംഭങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷേ പലരെയും ഇതിൽ നിന്നും പുറകോട്ട് വലിക്കുന്നത് അവർക്ക് ക്യാപിറ്റലില്ല, അല്ലെങ്കിൽ അവരിൽ ഫണ്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ 2 കോടി വരെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാണ്ട് ഇത്തരത്തിലുള്ള ഫണ്ട് കിട്ടുമ്പോൾ നമ്മുടെ ഇത്തരത്തിൽ സംരംഭം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതൊരു ഉപകാരപ്രദമായിട്ട് മാറും. അപ്പോൾ പുതിയ സംരംഭങ്ങൾ മാത്രമല്ല, ഈ എക്സിസ്റ്റിംഗ് ഉള്ള സംരംഭങ്ങളെ വിപുലീകരിക്കുന്നതിനും ഇത്തരത്തിലുള്ള ഫണ്ടുകൾ സഹായിക്കും. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഈ സ്കീമിനെ കുറിച്ച് അറിഞ്ഞിരുന്നാലും നമുക്കിതിൻ്റെ നൂലാമാലകൾ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഇത് പോയിട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. ബാങ്കുകളിൽ പോയിട്ട് വായ്പ അനുവദിച്ച് കിട്ടാനായിട്ടോ, അതിൻ്റെ പ്രോസസ്സുകൾ ചെയ്യാനായിട്ടോ, അതിൻ്റെ പേപ്പർ വർക്കുകൾ ചെയ്യാനായിട്ടോ, ഡോക്യുമെൻറ്റേഷൻ ചെയ്യാനായിട്ടോ ഒന്നും നമുക്ക് ചിലപ്പോൾ കഴിയില്ലായിരിക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്കൊന്ന് തിരക്കുണ്ടാവും, ചിലപ്പോൾ നമുക്ക് അഭ്യസ്തവിദ്യരായിരിക്കാം, ചിലപ്പോൾ നമ്മൾക്ക് വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ സഹായിക്കാൻ പറ്റിയ കൺസൾട്ടൻസ് ഉണ്ട്. അവർക്ക് ചെറിയൊരു സർവീസ് ചാർജ്, അതും ഈ ഫണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഈ 2 കോടി എന്ന് പറയുന്നത് 2 കോടിയുള്ള 25ഓളം ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റും. അതായത് ഒരാൾക്ക്
50 കോടി വരെ കിട്ടുന്ന ലെവലിൽ ഒരുപാട് ധനസഹായങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളായിട്ടുണ്ട്. പലപ്പോഴും നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ അറിയാവുന്നവരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള കൺസൾട്ടൻസിനെയൊക്കെ ഞാൻ ഈ ഒരു സീരീസിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഷൂട്ടൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് നടക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ തീർച്ചയായും നിങ്ങളൊരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ സംരംഭം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വീഡിയോസാണ് ഇനി കുറച്ച് നാളത്തേക്ക് ഈ ഒരു ചാനലിൽ വരാൻ പോകണം. മറ്റു വീഡിയോസ് ഞാൻ ചെയ്യും. ഇപ്പം ഞാൻ റിസോർട്ടിൻ്റെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ 2-3 റിസോർട്ടുകളുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ വരും. അതുപോലെ തന്നെ ട്രാവൽ വരും. അങ്ങനെ കുറച്ച് മറ്റു വീഡിയോസും വരും. അതിൻ്റെ കൂടെ ഈ ഒരു സീരീസിൽ, അതായത് ഇപ്പോൾ ഈ സംരംഭങ്ങൾ എന്ന് പറഞ്ഞ സീരീസിൽ സംരംഭങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള എന്താണ് ഷോകൾ മാത്രം, അല്ലെങ്കിൽ വീഡിയോസ് മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ മറക്കണ്ട. ഒന്ന്, നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായും നമുക്ക് സംസാരിച്ചിട്ട് നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ട് നിങ്ങളുടെ പ്രോസസ്സ് കണ്ട് നമുക്ക് ആ വീഡിയോ എടുത്ത് ഇത്തരത്തിൽ പബ്ലിഷ് ചെയ്യാം. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു കൺസൾട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ സംരംഭങ്ങളെ സഹായിക്കാൻ തയ്യാറുള്ളൊരു വ്യക്തിയാണ്, ചെറിയൊരു സർവീസ് ചാർജ് മേടിച്ചുകൊണ്ട്, അവർക്കും ഇത്തരത്തിലുള്ള വീഡിയോസ്, അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അതും ഈ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം പരസ്പരം സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സംരംഭങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ അവരുടെ മാർക്കറ്റിങ്ങിൽ, അവരുടെ നമ്പർ കൊടുക്കുന്നത് മൂലം അവരുടെ മാർക്കറ്റിങ്ങിൽ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ കൺസൾട്ടൻസിനും അവർക്ക് പുതിയ പുതിയ സംരംഭങ്ങളുള്ള ആൾക്കാരെ കിട്ടാനായിട്ടും നമ്മൾ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോസാണ് ഈ ഒരു കുറച്ച് നാളത്തേക്ക് ഈ ഒരു പ്ലേലിസ്റ്റ് എന്ന് പറയാം, ഈ ഒരു പ്ലേലിസ്റ്റിലുണ്ടാവുക. സംരംഭങ്ങൾ എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റിൽ ഇനി വരാൻ പോണത് സംരംഭങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ നാളെ ഞാൻ പുതിയ സംരംഭത്തിൻ്റെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സൂപ്പർ കമ്പനിയാണ്. ഫുഡ് ഇൻഡസ്ട്രീസിലുള്ളൊരു കമ്പനിയാണ്, ഫുഡ് പ്രോസസ്സിങ്ങിലുള്ളൊരു കമ്പനിയാണ്. അവർക്ക് 31ഓളം പ്രൊഡക്ട്സ് ഉണ്ട്. അവർക്ക് അരിയുണ്ട്, മസാലയുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ഉണ്ട്. അപ്പോൾ ഈ 3 എന്താണ് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ കേരള മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി കമ്പനിയുടെ വീഡിയോ ആണ് അടുത്തതായിട്ട് വരാൻ പോണ. അപ്പോൾ അവർക്ക് ആ വീഡിയോ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നോ നാളെ ആയിട്ട് അവർ അതിൻ്റെ അപ്രൂവൽ തരും. ആ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.